പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ ലോക നേതാക്കളുടെ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ നടക്കുന്ന സമ്മേളനം ഓരോ അമേരിക്കക്കാരന്റെയും നട്ടെല്ല് തണുപ്പിക്കട്ടെ. കാരണം എല്ലാവരും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയാണ് എന്ന് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ വാൻ ജോൺസ് വ്യക്തമാക്കി. അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ അടിയറവ് പറയാതെ പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കുന്നതിന്റെ സൂചനകളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും നൽകുന്നത്. ഇന്ത്യ റഷ്യ സൗഹൃദത്തിൽ കോപാകുലനായ ട്രംപിന്റെ ഭീഷണികളാണ് ഈ രാജ്യങ്ങളെ പുതിയൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യുഎസിൽ ട്രംപിനെതിരെ ദിനംപ്രതി വിമർശനങ്ങളും ഉയർന്നു വരികയാണ്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തിനെയും നയതന്ത്രത്തെയും പ്രശംസിക്കുകയാണ് ലോക നേതാക്കളും. അതിനെ മറികടക്കാൻ യുഎസ് പ്രസിഡന്റിന് കഴിയില്ല എന്നും പറയുന്നുണ്ട്. മുൻ CNN അവതാരകനും ഇപ്പോൾ ചാനലിൽ വിശകലന വിദഗ്ധനുമായി പ്രത്യക്ഷപ്പെടുന്ന ജോൺസ് ഉച്ചകോടിയിൽ നിന്നുള്ള വൈറൽ ചിത്രങ്ങളെ പരാമർശിക്കുകയും അവയെ ഒരു പുതിയ ലോകക്രമമെന്ന് മുദ്രകുത്തുകയും ചെയ്തു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ചൈനയിലാണ് SCO നടന്നത്. ട്രംപിന്റെ മുഖത്ത് വീണതിന് ഞാൻ സന്തോഷിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് വേണ്ടതെങ്കിൽ. പക്ഷേ ഇന്ന് ചരിത്രപരമായി വളരെ വലിയ കാര്യമായി നമ്മൾ തിരിഞ്ഞു നോക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഷീ ജിൻപിങ് പുടിനൊപ്പവും ഇന്ത്യയിൽ നിന്ന് മോദിയൊപ്പവും ഇറാൻ നേതാവുമൊപ്പവും ഉത്തര കൊറിയയുടെ നേതാവിനൊപ്പവും ഉള്ള ആ ചിത്രം ഓരോ അമേരിക്കക്കാരന്റെയും നട്ടെല്ല് മരവിപ്പിക്കും. CNN ഒരു പ്രത്യേക കവറേജിനിടെ ജോൺസ് വ്യക്തമാക്കി. അതൊരു പുതിയ ലോകക്രമമാണ്. ബഹുദ്രുവ ലോകം, അവർ അതിനെ ബഹുദ്രുവം എന്ന് വിളിക്കുന്നു. ഞാൻ അതിനെ പടിഞ്ഞാറ് ഇപ്പോൾ ഒരു പെട്ടിയിലാണ് എന്ന് വിളിക്കുന്നു. എല്ലാവരും നമുക്കെതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ക്രമം പടിഞ്ഞാറിന്റെ ഹൃദയത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഘടാരയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിന് കീഴിൽ അമേരിക്കയ്ക്ക് ഒരു പിരിമുറുക്കമുള്ള സമയത്താണ് ജോൺസിന്റെ പരാമർശങ്ങൾ. ഇറക്കുമതിക്ക് ട്രംപ് ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പുതിയ കയറ്റുമതി മാർഗങ്ങളും വിതരണ ശൃംഖലകളും പര്യവേക്ഷണം ചെയ്യുകയാണ്. ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തി മൊത്തം താരിഫ് 50% ഉയർത്തി. ഉക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകാൻ സഹായിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന റഷ്യയുടെ എണ്ണ ഇന്ത്യ തുടർച്ചയായി വാങ്ങുന്നത് ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് വാഷിംഗ്ടൺ പറഞ്ഞു. അതിനുശേഷം ട്രംപ് ഇന്ത്യയെക്കുറിച്ച് നിരവധി വിമർശനാത്മക പരാമർശങ്ങൾ നടത്തുകയും ഇന്ത്യ-US വ്യാപാര ബന്ധത്തെ ഏകപക്ഷീയമായ ദുരന്തമെന്ന് വിളിക്കുകയും ചെയ്തു. SCO ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. 2020 സൈനിക സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തതിനു ശേഷമാണ് 7 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിച്ചത്. SCO ഉച്ചകോടിക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ബീജിംഗിൽ നടന്ന ഒരു പ്രധാന പരിപാടിയിൽ ലോക നേതാക്കളെ ആതിഥേയത്വം വഹിച്ചു. 2ാം ലോക മഹായുദ്ധ വിജയത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ പുടിൻ, ഉത്തര കൊറിയയുടെ കിങ് ജോ ഉൻ, പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ഒരു പ്രത്യേക റിപ്പോർട്ടിൽ CNN ഈ ഒത്തുചേരലിനെ ജിൻപിങ്ങിന്റെ പുതിയ ലോകക്രമത്തെക്കുറിച്ചുള്ള ദർശനമെന്ന് വിശേഷിപ്പിച്ചു. അതേസമയം വ്യാപാരത്തിന്റെ കാര്യത്തിൽ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാഷ്ട്രമെന്ന് മുദ്രകുത്തി. ഇന്ത്യ തീരുവകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വാഗ്ദാനം ചെയ്തുവെന്ന തന്റെ അവകാശവാദം ആവർത്തിച്ചു. തന്റെ കർശനമായ നിലപാടില്ലായിരുന്നുവെങ്കിൽ ഈ നീക്കം നടക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം വാദിച്ചു. ചൈനയെയും ബ്രസീലിനെയും പോലെ ഇന്ത്യയും US-നെ താരിഫുകൾ ഉപയോഗിച്ച് കൊല്ലുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സ്കോട്ട് ജെന്നിംഗ് റേഡിയോ ഷോയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ചൈന നമ്മളെ താരിഫുകൾ കൊണ്ട് കൊല്ലുന്നു, ഇന്ത്യ നമ്മളെ താരിഫുകൾ കൊണ്ട് കൊല്ലുന്നു, ബ്രസീൽ നമ്മളെ താരിഫുകൾ കൊണ്ട് കൊല്ലുന്നു. അവരെക്കാൾ നന്നായി ഞാൻ താരിഫുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏതൊരു മനുഷ്യനേക്കാളും നന്നായി ഞാൻ താരിഫുകൾ മനസ്സിലാക്കി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാഷ്ട്രമായിരുന്നു ഇന്ത്യ. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ അവർ ഇനി എനിക്കൊരു താരിഫും വാഗ്ദാനം ചെയ്തിട്ടില്ല. താരിഫുകളൊന്നുമില്ല. എനിക്ക് താരിഫുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ആ ഓഫർ നൽകില്ലായിരുന്നു. അതിനാൽ നിങ്ങൾക്ക് താരിഫുകൾ ഉണ്ടായിരിക്കണമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.